നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്താണ് ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് റീഡിങ്സ് ചെക്ക് ചെയ്യാം, എനർജീസ് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? Page of Swords, Knight of Cups, 6 of Swords, Temperance, 6 of Cups, and the Moon. Page of Cups, 6 of Pentacles and 2 of Pentacles, bottom of the deck, Page of Pentacles, and middle of the deck, 4 of Cups. See, പ്രസൻറ്റ് എനർജീസ് നിങ്ങളുടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു നിങ്ങൾ ആർക്കൊക്കെയോ ക്യാഷ് കൊടുത്തു, നിങ്ങൾ ആർക്കോ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തോന്നോ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ക്യാഷ് തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ്. ബിക്കോസ് എന്താ പറയുക, ഈ ഒരു ടൈമിൽ കുറച്ച് പേരൊക്കെ ടൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കുറച്ച് ആവശ്യമാണ്. അപ്പോൾ പലരോടും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. കുറച്ച് പേരുടെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു വ്യക്തിക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് തിരിച്ചു തരുന്നുണ്ടാവില്ല. ഓക്കെ, ജനറലായിട്ട് പറയുകയാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. റിലേഷൻഷിപ്പ് അല്ല, ഓവറോൾ എനർജീസ് ആണ് നമ്മൾ പറയുന്നുള്ളത് കേട്ടോ. അങ്ങനത്തെ ഒരു എനർജീസാണ്. ലൈക്ക് നിങ്ങൾക്ക് ഒത്തിരി അധികം പേഷ്യൻസ് ഉണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങളിങ്ങനെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ്. ലൈക്ക് വെൻ എപ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഈ ഒരു ടൈമിൽ, ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ടൈം എൻ്റെ ഫേവറിൽ വരുന്നത്, അല്ലെങ്കിൽ എല്ലാം ഒന്ന് ബാലൻസ് ആവുന്നത് ഏത് ടൈമിലാണ് എൻ്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് വരുന്നത്, ഏത് ടൈമിലാണ് എൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. സോ ഒരു മേജർ ബ്രേക്ക് ത്രൂയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, വെയിറ്റിംഗ് ഫേസിലാണ്. എനിക്ക് ആ ഒരു എനർജീസാണ് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ. ഓക്കെ, സോ നമ്മൾ അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫോർ സം ഓഫ് യു, വളരെ റെയർ ആയിട്ടുള്ള കേസിൽ എനിക്ക് തോന്നുന്നു യു ആർ സെർച്ചിങ് ഫോർ സം വൺ, അല്ലെങ്കിൽ യു ആർ സെർച്ചിങ് ഫോർ സംതിങ്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ് ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസാണ്. മേ ബി ഇറ്റ്സ് എ ജോബ്, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിലെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ട്, വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജീസ്. മേ ബി ഇറ്റ്സ് യുവർ ഫ്രണ്ട് ആവാം, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു കണക്ഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുള്ളത്. വാട്ട് എവർ ദ സിറ്റുവേഷൻസ്. ബട്ട് എന്താണെന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനുണ്ട്, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടായിരിക്കും കാണുന്നുള്ളത്. ആ ഒരു വ്യക്തി ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഓഫർ ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാനായിട്ട് അവിടെ ഒരു എന്താ പറയുക, ഇതാണ് ഞാനും ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻ, ഇതാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള ഒന്ന്, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു നെയിമില്ല നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്.
ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ യു ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ കണക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കണക്ഷൻ ആവാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഫീൽ ചെയ്യുന്നത്. അത് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു റീഡിങ്ങിൽ കേട്ടോ. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തി ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റിനെ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സിനെ റീവിസിറ്റ് ചെയ്യുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, റീവിസിറ്റ് ചെയ്യുന്ന ഒരു എനർജീസ് മേ ബി ഒരു വ്യക്തി ഈ ഒരു കണക്ഷനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ഇവർക്ക് ശരിക്കും നിങ്ങളുടെ ഒരു കണക്ഷൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവർ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവും. ബിക്കോസ് ബാലൻസ് ചെയ്യാന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കളയുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഒരു വ്യക്തിക്ക് ഉണ്ടാവുള്ളായിരിക്കാം മേ ബി. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്താ പറയുക, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് സ്റ്റിൽ നിങ്ങളുടെ കൂടെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഷീ ഓർ ഹി മേ ബി ഷോ ലോട്ട് ഓഫ് പേഷ്യൻസ് ഇൻ ദിസ് കണക്ഷൻ. ഈ ഒരു കണക്ഷനിൽ അവർ ഒത്തിരി അധികം പേഷ്യൻസ് കാണിക്കുന്നുണ്ട്. ലൈക്ക് ഒരു വെയിറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട്. അല്ലാതെ എടുത്ത് ചാടിയിട്ടൊരു ആക്ഷൻ ഇതിനെടുക്കുക അല്ലെങ്കിൽ എന്താണേലും വെയിറ്റ് ചെയ്ത് നോക്കാം, ബാലൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് സഡൻലി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മേ ബി. ഓക്കെ, ഇവരുമായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്, പെട്ടെന്നൊരു ആക്ഷൻ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി അല്ല. ചില ആളുകൾ എടുത്ത് ചാടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലേ, പക്ഷെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല, സ്നേഹമുണ്ട് അവർക്ക് നിങ്ങളോട്. ഈ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പേജ് ഓഫ് കപ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ടാവുക. അതർവൈസ് ഒരു സ്റ്റെബിലിറ്റിയോ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഇവർ കൂടുതലായിട്ടും എന്താ പറയുക, ജസ്റ്റ് തട്ടിവിടുന്നൊരു എനർജീസ് അല്ലെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് അതിനെ എടുക്കാത്തൊരു എനർജീസ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു എനർജീസ് ആവാം. Why here is okay. കൂടുതലായിട്ടൊന്നും ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. കാരണം ഞാൻ എന്താണോ ഓൾറെഡി പറഞ്ഞ സെയിം കാര്യമാണ് ഒറാക്കിൾസിൽ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു കാർഡ് ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും. സെയിം കാര്യം തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾ പാസ്റ്റ് ലൈഫ്സ് ആണ്. ഓക്കെ, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഈ ഒരു ബർത്തിലും നിങ്ങൾ എഗെയിൻ മീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ സോൾമേറ്റ്, പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിൽ അതിൻ്റേതായിട്ടുള്ള ഓബ്സ്റ്റിക്കിൾസും ചാലഞ്ചസും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. സ്പിരിച്വൽ കണക്ഷൻസ് ആർ നോട്ട് ഈസി അല്ലേ? സ്പിരിച്വൽ കണക്ഷൻസ് ഈസി ആണോ? അല്ല. അപ്പം അങ്ങനെയുള്ള കണക്ഷൻസിന് ഇപ്പോൾ പാസ്റ്റ് ലൈഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ കുറേ സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവും. കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോഴായിരിക്കും ഈ ലൈഫിൽ നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാവുക. ഓക്കെ, അപ്പം അതിൻ്റേതായിട്ടുള്ള ചില ഓബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസ് നിങ്ങളുടെ റിലേഷനിലുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇവിടെ ഒരു ചേഞ്ചസ് ഈ ഒരു കണക്ഷനിൽ വരാൻ പോവുകയാണ് അധികം വൈകാതെ. പക്ഷേ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫീലിങ്സ് ആണ് ചെക്ക് ചെയ്തിട്ടുള്ളത്, പക്ഷേ എങ്കിൽ ഇവിടെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ കൂടുതലായിട്ടും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവരും വെയിറ്റിങ്ങിലാണ്, ഇവരും വെയിറ്റിംഗ് ഫേസിൽ നിൽക്കുകയാണ്. എന്താണോ വരുന്നത് നമുക്കത് വെച്ച് ആ ഒരു ടൈമിൽ അത് നോക്കാം. അല്ലാതെ എടുത്ത് ചാടി ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത്. ഡസൻ മാറ്റർ അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരുടെ ഉള്ളിൽ ഒത്തിരി അധികം പേഷ്യൻസ് ഉണ്ട്, ക്ഷമയുണ്ട്. ലൈക്ക് വളരെയധികം കാമായിട്ടുള്ള കൂളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. എന്തിനേയും അത്രയും എന്താ പറയുക, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നല്ല, അവർക്ക് സീരിയസ്നെസ് ഉണ്ട്, അവർ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തൊരു തീരുമാനങ്ങളും മെച്യൂർ ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് കറൻ്റ്ലി. ഇഫ് യു ആർ തിങ്ക്
നിങ്ങൾ ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത് ആക്സിഡൻ്റലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, ഇറ്റ്സ് നോട്ട് ആക്സിഡൻ്റലി നിങ്ങൾ അവരെ മീറ്റ് ചെയ്തതല്ല. അത് ഓൾറെഡി നിങ്ങൾ അവരെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു പർപ്പസിലാണ് മേ ബി നിങ്ങൾ ഈ ഒരു ബർത്ത് പോലും എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അവരെ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു പർപ്പസിലായിരിക്കാം നിങ്ങൾ ഈ ഒരു ലൈഫ് പോലും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ലോ ഓഫ് കർമ്മ എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ഈ ഒരു ടൈമിൽ അനുഭവിക്കുന്നോ അത് നിങ്ങളുടെ പാസ്റ്റ് ആക്ഷൻസിൻ്റെ റിഫ്ലക്ഷൻ ആണെന്നാണ് ലോ ഓഫ് കർമ്മ പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് യൂണിയൻ, യു വിൽ ഗെറ്റ് റീകൺസിലേഷൻ. ഓക്കെ, സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്തിട്ടുള്ളത്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒത്തിരി അധികം കാർമിക്കുന്നതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. നിങ്ങൾക്ക് അതർ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ ലവേഴ്സ് ഓർ ക്രഷസ്. നമുക്കുണ്ടാവും നമ്മുടെ ജേണിയിൽ കുറേ ആളുകൾ ഇതുവരെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു ദിവസം ആയിരിക്കില്ല നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെയോ ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. കാർമിക്കിനെ മീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, അല്ലേ? കാർമിക്കുമായിട്ട് നിങ്ങൾക്ക് കാർമിക് റിലേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള നിങ്ങളുടെ സോൾ കണക്ഷനിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ജന്മങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, സോൾ കണക്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അപ്പോഴേക്ക് അത്രയും അവരെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ കുറേ ലെസൺസ് ലേൺ ചെയ്യേണ്ടതായിട്ട് വരും. ആ ടൈമിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഏറ്റവും ഒരു ലോ ഫേസിലായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ മേ ബി ഒരു എന്താ പറയുക, ഒരു എൻഡിങ് ഫേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരിറ്റൽ ലൈഫിലുള്ള ഇഷ്യൂസിൻ്റെ ടൈമിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ആയി പോയ ആ ഒരു ടൈമിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ടൈമിലായിരിക്കാം. നിങ്ങളുടെ ലൈഫിലൊരു ലോ എനർജീസ് നടക്കുന്ന ഏത് സിറ്റുവേഷൻസും ആകാം. ആ ഒരു ടൈമിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ലോ വൈബ്രേഷനിലാണ്, പക്ഷെ നിങ്ങൾ ആക്ച്വലി എന്താണോ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ്, ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്തു. ലൈക്ക് ഇന്ന ടൈമിൽ ഞാൻ എൻ്റെ സോൾമേറ്റിനെ മീറ്റ് ചെയ്തു, ഇന്ന ടൈമിൽ ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫ് സോൾമേറ്റിനെ മീറ്റ് ചെയ്യാമെന്ന് സോൾ കൊടുത്ത കോൺട്രാക്റ്റിൽ ആ ഒരു ലെസൺസ് ഒക്കെ ലേൺ ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഈ ഒരു സോൾ കണക്ഷനുള്ള വ്യക്തി നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ. ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് ഇത് ആർക്കാണ് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട്, കാരണം നിങ്ങൾ പാസ്റ്റിൽ കുറേ കാർമിക്സിനെ ഡീൽ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ എൻറ്റർ ചെയ്തിട്ടുണ്ടാവണമല്ലോ. കാരണം അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ ഓൾറെഡി ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ലൈക്ക് എൻ്റെ കുറേ പാറ്റേൺസ് ഇവിടെ ബ്രേക്കായി, അല്ലെങ്കിൽ എൻ്റെ എനർജിയിൽ ഒത്തിരി ഷിഫ്റ്റ് വന്നു, ഞാനെന്നുള്ളൊരു വ്യക്തി ഷിഫ്റ്റായി, എനർജി ഷിഫ്റ്റായി, ഞാനെന്നുള്ളൊരു വ്യക്തി ലൈക്ക് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം. ക്ലിങ്കിങ് ടു ദ പാസ്റ്റ് മീൻസ് വാട്ട്? നിങ്ങൾ ഈ ഒരു ടൈമിലും പാസ്റ്റിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താണോ നിങ്ങളെ ഈ ഒരു കണക്ഷൻ ലേൺ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങളുടെ സോൾ കണക്ഷൻ, വോട്ടെവർ ഈ ഒരു ജേണി, സ്പിരിച്വൽ ജേണി എന്താണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിരിക്കുന്നത്, അതിനെ ആ ഒരു ഗിഫ്റ്റിനെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ജേണി ഡിഫറെൻ്റ് ആണ്. മേ ബി നിങ്ങൾക്ക് ഇവിടെ എന്തായാലും നിങ്ങളിവിടെ ആ ഒരു വ്യക്തി ഉള്ളപ്പോഴാണ് നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഡസൻ മാറ്റർ അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഉള്ള ടൈമിലായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എനർജൈസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീലിംഗ് മീൻസ് ഹാർട്ട് ചക്ര ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. 7 ചക്ര മെഡിറ്റേഷൻ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസ് കിട്ടുന്നുണ്ടാവും. ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക 3 times. ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസ് ഡെയിലി കേൾക്കുക കിടക്കുന്നതിന് മുമ്പ്. ബ്ലോക്കേജസ് ഒക്കെ റിലീസ് ചെയ്ത് പോട്ടെ കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് എന്താണോ നിങ്ങളുടെ സോൾ കണക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ്റെ റിയാലിറ്റി എന്താണോ നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ
ഇപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എക്സാക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ എനർജീസ്, അവരുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് നിനക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കുറച്ച് പേരൊക്കെ ഇവിടെ ടിൻ ഫ്ലെയിംസ് ആയിരിക്കാം. ഇന്നൻ യാങ്ങിൻ്റെ സിമ്പിൾസ് വന്നിട്ടുണ്ട്. യൂണിയൻ ആണ്. നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. മേ ബി ക്യാരക്ടർ ഡിഫറൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ, നിങ്ങൾ കൾച്ചറൽ ഡിഫറൻസസ് ആയിരിക്കാം, സ്റ്റേറ്റ് ഡിഫറൻസസ് ആയിരിക്കാം, വാട്ട് എവർ. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവിടെ. കറണ്ട് സിറ്റുവേഷൻ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇപ്പോൾ ഉള്ള സൈക്കിൾ ഷിഫ്റ്റ് ആവും, ചേഞ്ച് ആവും. ഇവിടെ ഇപ്പം നമ്മൾ ഈ കറണ്ട് ഫീലിങ്സ് പറഞ്ഞതുപോലെ തന്നെ, കറണ്ട് ഫീലിങ്സ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കറണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയാൻ പറ്റും അല്ലേ? അതാണ് കാർഡ്സിൽ വന്നിട്ടുള്ളത്. സോ എന്താ വെച്ചാൽ അവർക്ക് ഫീലിങ്സ് ഇല്ല എന്നല്ല, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവരിങ്ങനെ ഫീലിങ്സിനെ കഴിഞ്ഞും കൂടുതൽ നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്ഷൻ്റെ ആ ഒരു എനർജി, ആ ഒരു മേ ബി ആ ഒരു വ്യക്തിക്ക് അത് റിയലൈസ് ആവുന്നുണ്ടാവും. യെസ്, ഈ ഒരു വ്യക്തി എൻ്റെ പാസ്റ്റ് ലൈഫാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്തോ ഈ വ്യക്തിയായിട്ട് എനിക്കൊരു മുൻജന്മ ബന്ധമുണ്ട് എന്നുള്ള റിയലൈസേഷൻ അവർക്കും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദിസ് കണക്ഷൻ. പേഷ്യൻസ് ഈസ് എ കീ ടു സക്സസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജേണിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സജിറ്റേറിയസ് രാശിയായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ. സജിറ്റേറിയസ് അവരെന്ത് മെസ്സേജസ് ആണ്? സെപ്പറേഷൻ ഫേസിലായിരിക്കാം കുറച്ച് പേര് ഇവിടെ. നിങ്ങൾ സെപ്പറേഷൻ ഫേസിലേക്ക് വന്നു പോയി നിൽക്കുന്ന ഒരു എനർജി ആവാം, അല്ലെ സെപ്പറേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടൊരു ഐ ഹൈഡ് ഹൂ ഐ ആം റിയലി ഫ്രം യു. ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുടെ അടുത്ത് ഒരു റിയൽ പേഴ്സണാലിറ്റി കാണിച്ചിട്ടുണ്ടാവില്ല. ഇവരെന്താണ് റിയൽ ആയിട്ടും നിങ്ങളിപ്പം റീസെൻ്റ് ആയിട്ട് അവരെ കുറിച്ചിട്ട് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ. ബി ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദിസ്? എറണാകുളം. ഞാൻ എഴുതിയിട്ട് എനിക്ക് തന്നെ അറിയില്ലാത്ത അവസ്ഥയിൽ. ഐ തിങ്ക് ഇറ്റ്സ് ബെസ്റ്റ് ദാറ്റ് വി ഗോ അവർ സെപ്പറേറ്റ്. ഈ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടാവും, ലൈക്ക് നമ്മളെപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വേയിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം, അതാണ് ഏറ്റവും നല്ലതെന്ന് ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. ഐ ക്യാനോട്ട് മൂവ് ഓൺ ഫ്രം യു. നിങ്ങളിതൊന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമെന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു വ്യക്തി. ഡിസപ്ഷൻ, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി. തിരുവനന്തപുരം ജില്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്ലീസ് ഗീവ് മീ സം സ്പേസ്. ഇവർ സ്പേസ് ചോദിക്കുകയാണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ സ്പേസ് കൊടുക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ചേസ് ചെയ്തുകൊണ്ട് നടക്കരുത്, സ്പേസ് കൊടുക്കുക കേട്ടോ. മാരേജ്, മേ ബി ദി സിറ്റുവേഷൻസ് ഇൻവോൾവ് മാരേജ്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് മാരേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഐ തിങ്ക് നിങ്ങൾക്ക് അത്ര വലിയ കർമ്മകളൊന്നുമില്ല. സോൾമേറ്റിനെ തന്നെ നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് തരാനായിട്ടുള്ള ഒരു എനർജിയിലല്ല ആളുള്ളത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി തരാനായിട്ട് ഈ ഒരു ടൈമിൽ വില്ലിങ് അല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണം, മാരേജൊക്കെ ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യണം നിങ്ങളെ തന്നെ. നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങളെ ഹീൽ ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിയിലും ചേഞ്ചസ് കാണും. മേ ബി നേരത്തെ ഈ ഒരു വ്യക്തിയിൽ ഒത്തിരി അധികം, ഈ ഒരു വ്യക്തി നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ ഒരു വ്യക്തി പഴയതുപോലല്ല, ഇപ്പോൾ ഒത്തിരി ചേഞ്ചായി. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു വ്യക്തിയും ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ആവുക, നിങ്ങൾ തന്നെ ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വ്യക്തി എങ്ങനെ മാറണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തിയിലും ഷിഫ്റ്റുകൾ കാണാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഷിഫ്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ് ഓർ യു ആർ ഇൻ സ്പിരിച്വൽ ജേർണി ഓർ എ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്. നിങ്ങളപ്പം ഇത്രയും വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഷിഫ്റ്റും ഇല്ല, ചേഞ്ചസും ഒക്കെ ഒന്നും ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലെ പാർട്ണർ ആവില്ല.
കേട്ടോ. നിങ്ങൾ എന്ത് വർക്ക് നിങ്ങളിൽ ചെയ്യുന്നോ, എന്ത് ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യുന്നോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ആ ഒരു ഹീലിംഗിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. റീഡിങ്സ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഹീലിങ്സ് ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക്